എവിഡൻസിനൊക്കെ ഒന്ന് എടുത്തിട്ടേ പറയുമ്പോൾ ഒരു കിട്ടുള്ളൂല്ലേ. മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ? മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആനക്കയത്ത് ദേവേട്ടൻ്റെ അടുത്ത് പൂങ്കുടിയിൽ മനയിൽ രാമേന്ദ്രേട്ടൻ നേതൃത്വം നൽകുന്ന കലാസ്പേസിൻ്റെ ആഭിമുഖ്യത്തിൽ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾ ഇവിടെ അതിവിപുലമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അന്യജാതി മതസ്ഥരും ഇവിടെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്നേഹ സംഗമമാണ് ഇവിടെ ശരിക്കും എന്ന് തന്നെ പറയാം. ഇവിടെ ഉള്ളവരൊന്നും ആരും വിളിച്ചിട്ട് വന്നൊന്നുമില്ല, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ തേനൂറുന്ന മഴനിലാവ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ ആൾക്കാർ വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കഞ്ഞി കുടിക്കാൻ തന്നെയാണ്. അത് പ്ലാവിൻ്റെ ഇല ഇറുക്കിൽ കുത്തിയിട്ട് കൈക്കുമ്പിളിലാക്കിയിട്ടൊരു കൊടിയുണ്ട് മോനെ, കഞ്ഞിയും പുഴുക്കും. അതിന് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അതൊരു വലിയൊരു സ്നേഹ സമ്മാനം തന്നെയാണത്. പിന്നെ ഇവിടെ സാംസ്കാരിക പരിപാടികൾ അതിവിപുലമായിട്ടുണ്ട്. കലാസ്പേസിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും സന്തോഷിച്ച് സമാധാനത്തോടു കൂടി പുഞ്ചിരിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് തന്നെ നമുക്കൊരു അഭൂതപൂർവമായ വലിയൊരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പൂങ്കുടിയിൽ മനയുടെ ഇപ്പോഴത്തെ കാരണവര് ദേവേട്ടൻ. തേനൂറുന്ന മഴനിലാവിന് 11ാമത്തെ എഡിഷനാണ്. അപ്പോൾ ഈ നിർവൃതിയിൽ താങ്കൾക്കിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയാനുള്ളത്? കാരണം രാത്രി നമുക്കൊരു 8:30 മണി കഴിഞ്ഞാൽ കഞ്ഞിയും പുഴുക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് മതസ്ഥർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മനോരോഗ ചികിത്സയുടെ സ്ഥലം മാനസികാരോഗ്യ കേന്ദ്രമാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും മാനസികാരോഗ്യം ഉണ്ടാകാനുള്ളതാണ്. അതിന്ന് അന്യം നിന്ന് പോയവരാണ്. ഓരോ പ്രശ്നങ്ങളെ കൊണ്ടും പല കാരണങ്ങളെ കൊണ്ടും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനെ കൊണ്ടും പല പ്രശ്നങ്ങളെ കൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ട ജീവിതം അങ്ങനെയായിരിക്കും. അപ്പോൾ തമ്മിലുള്ള ഒരു വിശ്വാസമോ തമ്മിലുള്ള ഒരു സ്വറവർച്ചിരിക്കലോ ഒരു കൂട്ടിക്കാഴ്ചയൊന്നും അവിടെ ഇല്ല. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥം തുടങ്ങിയത്. അതിൻ്റെ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഈ നിലാവുള്ള ഒരു പരിപാടി. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് പ്ലാവിൻ്റെ ഇലയിൽ കുത്തിയിട്ട് ഭക്ഷണം കഴിക്കും. കൂട്ടി കഞ്ഞി കുടിക്കുക, കൂട്ടി കഴിക്കാനുള്ളത് എത്ര വർഷങ്ങളായിട്ട് തന്നെ. അത് ഈ കഞ്ഞിയും പോക്കും ഈ ഒരു സ്റ്റേജ് നമ്മൾ കൊടുക്കണം. ഒരാൾ ബാക്കി കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു വൈബുണ്ട്, അത് വേറെ എവിടെയും കിട്ടില്ല. അത് കിട്ടില്ല. അത് വേറെ ഓഡിറ്റോറിയത്തിലെ കിട്ടില്ല. അപ്പോൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങോട്ട് വരാനുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും കൂടുതലായിട്ട് ആഗ്രഹം. കുറച്ച് നേരം വർത്തമാനം പദ്ധതിക്കുക, സൗഹൃദം പുതുക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ കല എന്നുള്ള സംഘടന മഞ്ചേരിയുണ്ട്. അപ്പോൾ ഞാനും വക്കീലും ഫാമിലിയും ഞങ്ങൾ 3 പേര് കൂടി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ബാനറിലാണ് ഇത് നടക്കുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ പറയാറുള്ളത്. അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമ്മിലുള്ള ഇതില്ല, തമ്മിലൊരു കൂട്ടായ്മ ഇല്ലപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആധികാരികമായിട്ട് വേണ്ട കാര്യം തന്നെയാണ്. അത് നഷ്ടപ്പെട്ടു പോയി. ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മളെ ലോകത്തുണ്ടാവും. ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ തമ്മിലുള്ള ഈ കൊലപാതകമൊക്കെ ഇല്ലേ, കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങൾ ഈ കൂട്ടായ്മ ഈ കൂട്ടക്കൊല ചെയ്യുന്നവർ മുഴുവൻ ഈ വിദ്യാഭ്യാസമുള്ളവരാണ്. നല്ല ആധുനിക വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് ഒരാളാണ് ഈ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മലയാളത്തിനെ കൊല്ലാനൊക്കെ പ്രവർത്തനം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല.
വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടേണ്ടത് അറിവാണ്. അറിവുകൊണ്ട് നേടണം. അറിവ് ഉപയോഗിച്ച് നമ്മളെന്ത് വേണം? നമുക്ക് തൻ്റെ അതില്ലല്ലോ. ആ തൻ്റെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്ര ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തൻ്റെ കിട്ടണം നമ്മൾ എന്ത് വേണം? ഇത്തരം കൂട്ടായ്മകൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇത് മഞ്ചേരിയിലെ അഭിഭാഷകൻ അബ്ബാസ്. ഇവിടെ കലാമഞ്ചേരി സംഘടിപ്പിക്കുന്ന മഴനിലാവിലാണ് ഇപ്പോൾ ഉള്ളത്. നൂറുകണക്കിന് പേരാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ മഴനിലാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥരും ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് ഇന്ന്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിയും പുഴുക്കുമാണ്. അത് നമ്മുടെ ഇവിടുത്തെ കാരണവർ ദേവേട്ടനാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു സകലകലാ വല്ലഭ എന്ന് പറയാം. സ്വപ്ന ടീച്ചർ ഗാനരചയിതാവാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. അപ്പോൾ ഒരു പൂങ്കുടിയിൽ മനയിൽ വെച്ചിട്ട് കണ്ടുമുട്ടി. അപ്പോൾ അത് അവർ കൂടുതലായിട്ട് നമ്മളോട് പറയും. നമസ്കാരം. മഴനിലാവിൽ അലിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനും. എന്താ പറയുക, ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു തികച്ചും ഒരു വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. അതായത് യാതൊരു അതിരുകളുമില്ലാതെ, ജാതി മത രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ലാതെ കലയുടെ ഒരു അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടിയാടി ഒരു രാത്രി ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വന്നാൽ കാണാനുള്ളത്. ഈ മഴനിലാവിൽ അലിയാൻ ആരും പ്രത്യേകം ആരെയും ക്ഷണിച്ചിട്ടല്ല ഇവിടേക്ക് എത്തുന്നത്. എല്ലാവരും ഒരിക്കൽ വന്നവർ പിന്നെ എല്ലാ വർഷവും മഴനിലാവ് വരുമ്പോൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മൾ എന്താ പറയുക, ആ ഒരു ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാൻ ഒരു വല്ലാത്ത ഒരു വെമ്പൽ നമുക്കുണ്ടാവും. അത്രയൊരു മനോഹരമായിട്ടുള്ളൊരു, നമുക്ക് അങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് വിവരിക്കാൻ പറ്റാത്തൊരു, അത് അറിഞ്ഞ് നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ കഞ്ഞി പുഴുക്ക് അതിനൊക്കെയുള്ളൊരു തിരക്ക് കാണുമ്പോഴുണ്ടല്ലോ, എന്താ പറയുക, ഈ ഒരു കഞ്ഞി പുഴുക്കും എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടിട്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരുപാട് പേരെ നമ്മൾ ഇവിടെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരു കലാകാരന്മാരുടെ ഒരു സമ്മേളനം, അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് കാലം കാണാത്ത സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് പല മേഖലയിലുള്ള ആളുകളെ ഇവിടെ വരുമ്പോൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴനിലാവിന് വേണ്ടി എല്ലാ വർഷവും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ അഭിനേതാവ് മമ്മൂട്ടീൻ്റെ ഗുരുവാണ്, ശ്രീധരൻ വക്കീൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാവിലയിലെ കഞ്ഞുടിയെ കുറിച്ചൊരു ഓർമ്മ കുറിപ്പ് എന്ന് പറഞ്ഞാലോ, താങ്കൾക്ക് എന്താ പറയാനുള്ളത്? കുട്ടിക്കാലത്തിൻ്റെ മധുരസ്മരണയാണ് ഈ പൂങ്കുടിൽ മനയിൽ ഈ മഴനിലാവിൽ വരുന്നത്. അതെ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ, അങ്ങോട്ടോ മുഖ്യോ ഒന്നും നോക്കാതെ നടന്നിരുന്നൊരു കാലമുണ്ടല്ലോ. അതേ അനുഭൂതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് എല്ലാവരും സഹോദരിമാരുമാണ്. അവര് വളരെ ആത്മാർത്ഥതയോടുകൂടി പരസ്പരം സ്നേഹിച്ചു വിശ്വസിച്ചു തിമിർത്താണ് സന്തോഷിക്കുന്നത്. ഈ കഞ്ഞി കഴിക്കുക എന്ന് പറഞ്ഞാലേ, രാവിലെ കൂട്ടിയിട്ടുള്ള ഈ കഞ്ഞി കഴിക്കലേ ഒരു 65-70 കൊല്ലം മുമ്പ് നിർത്തിയതാണ്. ഞാൻ നിർത്തിയതാണ്. അതിന് ഈ പ്ലാവ് കൂട്ടിയിട്ടുള്ള ഈ കഞ്ഞി എപ്പോഴാണ് കഴിക്കുന്നത്? ആ ചൂടുള്ള കഞ്ഞിയിൽ ഈ പഴുത്ത പ്ലാവിൻ്റെ ഇല കൂട്ടിയിട്ടുള്ള ആ കഞ്ഞിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിനുള്ളൊരു സുഗന്ധമുണ്ട്. അത് വളരെ 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 ആഹ്ലാദം കൊടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് എന്നും അനുഭവം. ഇവിടെ മാനസികളെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. അന്ന് രോഗികളും ഇല്ലത്തുള്ളവരും ഒക്കെ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. അത് ഭക്ഷണവും ഇവർ ഇല്ലത്ത് കഴിക്കുന്ന എന്ത് ഭക്ഷണമാണോ അത് തന്നെയാണ് രോഗികൾക്കും കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
പറയുമ്പോൾ ഒരു കിട്ടുള്ളൂ അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ